എമ്മ സ്റ്റോൺ പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് പൂവർ തിങ്സ്. ഇതൊരു നോർമൽ സിനിമയല്ല, കുറച്ച് വിയേർഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. സോ ഈ സിനിമ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നു യാതൊരു ഉറപ്പില്ല. എനിക്ക് തന്നെ ഒരു 50-50 ആണെന്ന് പറയാം. കാരണം സിനിമ ചർച്ച ചെയ്യുന്ന സിനിമയുടെ പോയിന്റ് അല്ലെങ്കിൽ സിനിമയുടെ തീമൊക്കെ ഭയങ്കര രസമുണ്ടെങ്കിലും എക്സിക്യൂഷൻ വൈസ് അതെല്ലാവർക്കും കണക്ട് ആവുന്ന രീതിയിലല്ല. ചിലവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടം, അല്ലെങ്കിൽ തീരെ ഇഷ്ടപ്പെടില്ല. ഇതിന് രണ്ടിലിടയിൽ നിൽക്കുന്നത് വളരെ ചുരുക്കം മാത്രമായിരിക്കും. എനിക്ക് എന്തോ ഇതിൽ പല എലമെൻറ്റ്സ് ഇഷ്ടമായി, പല എലമെൻറ്റ്സ് ഇഷ്ടമായില്ല എന്ന രീതിയിലാണ് സിനിമ പോകുന്നത്. സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് ഒരു ചൈൽഡിഷ് മൈൻഡുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്താണ് ലൈഫ്, എന്താണ് വേൾഡ് എന്ന് മനസ്സിലാക്കി എടുക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് സിനിമ പ്രധാനമായിട്ട് കാണിക്കുന്നത്. അതൊരു അഡ്വഞ്ചറസ്, അതും ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു അഡ്വഞ്ചറിലൂടെ ഈ സിനിമയുടെ മൊത്തം പ്ലോട്ട് നടക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ. ചെറിയ കുട്ടിയാണെങ്കിൽ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, എങ്ങനെയായിരിക്കും ആ ഒരു പെൺകുട്ടി വേൾഡിനെ കാണുക എന്നുള്ളതൊക്കെ ആ ഒരു പെൺകുട്ടിയുടെ പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് കിട്ടും. പക്ഷേ സറൗണ്ടിങ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓവർ ഫിക്ഷൻഡ് ആണ്. സോ ഒരു മാഡായിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ പെൺകുട്ടി ഉള്ളത്. സോ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചെറിയ കുട്ടിയുടെ മൈൻഡ് ഈ ഒരു പെൺകുട്ടിയിലേക്ക് വെക്കുന്നത്. സോ അങ്ങനെയുള്ള സമയത്ത് നടത്തുന്ന കുറേ കാര്യങ്ങൾ, അതിൽ ഈ സിനിമയുടെ പ്രധാന പ്ലോട്ട് തന്നെ അല്ലെങ്കിൽ പ്രധാന തീം തന്നെ സെക്സ് ആൻഡ് ന്യൂഡിറ്റിയാണ്. സോ ഇതിലൂടെ എങ്ങനെയാണ് ലൈഫ് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ലൈഫിൻ്റെ മോറൽസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് സിനിമ കാണിച്ചു പോകുന്നത്. സോ എങ്ങനെയാണ് ആൾക്കാർ ലൈഫ്, ഓരോ ആൾക്കാർ എന്തൊക്കെയാണ്. സോ പ്രോപ്പറായിട്ടുള്ളൊരു ക്യാരക്ടർ ആർക്ക് വെച്ചുകൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നതെങ്കിലും ഒരു പോയിന്റ് വരെ ഈ സിനിമ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് കൈവിട്ട് പോയ പോലെയൊക്കെയാണ്. പക്ഷേ എൻഡിങ് ഒക്കെ രസമുണ്ട് എന്ന രീതിയിൽ ഒരു മിക്സ്ഡ് ഇമോഷനാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ല. എനിക്ക് തന്നെ എന്തോ പോലെയൊക്കെ തോന്നി. കാരണം ഭയങ്കര വിയേർഡായിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്. ദിസ് ഫിലിം വിൽ മേക്ക് യു അൺകംഫർട്ടബിൾ. അങ്ങനെ വേണം തന്നെ വിചാരിച്ചിട്ടായിരിക്കും ഈ സിനിമ ഇവർ എടുത്തിട്ടുള്ളത്. കാരണം സാധാരണ നമ്മൾ സിനിമ കാണുന്ന ഒരു കംഫി ഫീലല്ല ഈ സിനിമ കാണുമ്പോൾ കിട്ടുക. എന്തൊക്കെയോ എവിടെയൊക്കെയോ നടക്കുന്നു എന്നുള്ളൊരു ഫീൽ കിട്ടും. സോ അതുകൊണ്ട് തന്നെ സ്ഥിരം കാണുന്ന ഒരു ടിപ്പിക്കൽ സിനിമ ഫോർമാറ്റേ അല്ല നമ്മൾ കാണാൻ പോകുന്നത് എന്ന രീതിയിൽ വേണം ഈ സിനിമ അപ്രോച്ച് ചെയ്യാൻ. ഈവൺ അതിൻ്റെ സെറ്റ് ഡിസൈൻ ആയിക്കോട്ടെ, ബാക്കിയുള്ള ആർട്ടുകളിൽ വർക്ക് ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള അങ്ങനെ എല്ലാം കൂടി മിക്സ്ഡ്. അതേ സമയത്ത് തന്നെ ഈ സിനിമയിൽ ഒരു വലിയ പോർഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. സോ ഇത്തരത്തിൽ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു സയൻറ്റിസ്റ്റിൻ്റെ വീട്ടിലുള്ള കുറേ വിയേർഡായിട്ടുള്ള കുറേ എനിമൽസ് ഉണ്ട്. ഈ പട്ടിയും പന്നിയും കൂടി ക്രോസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ, ദെൻ കോഴിയും ആട്, അങ്ങനെ അതൊക്കെ സിനിമയുടെ വലിയ ഘടകങ്ങളിൽ ഒന്നാണ്. കാരണം എൻഡിങ്ങിലേക്കൊക്കെ വരുമ്പോൾ അതൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് വെക്കുന്നത്. സോ അത്തരത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നും പോയും പോകുന്ന ഈ ഒരു സെക്സ് ആൻഡ് ന്യൂഡിറ്റിയിലൂടെ, പ്രത്യേകിച്ച് സെക്സിലൂടെ എങ്ങനെയാണ് ലൈഫ് എന്താണെന്ന് എടുത്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന രീതിയിലുള്ളൊരു മൂവിയാണ്. പക്ഷെ അത് എല്ലാവർക്കും ദഹിക്കുമെന്ന് ഞാൻ പറഞ്ഞ പോലെ യാതൊരു പിടിയില്ല. സോ വേണമെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളത് കാണാതിരിക്കുന്നു വേണ്ട. ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കോഷൻ വെച്ചിട്ട് കണ്ടു നോക്കുക. ഒരു മെജോറിറ്റി പോർഷൻ ന്യൂഡിറ്റിയാണ് സിനിമയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രിക്ട്ലി 18+ മൂവിയാണ്. സോ അതിനെ എക്സാഗ്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു അഡൽട്ട്സ് ഓൺലി ഫിലിം കാണുന്നു എന്ന രീതിയിലല്ല ഈ സിനിമ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെ കാണുന്ന മൂവിയല്ല. അതിനെ നേരെ ആ ഒരു കോൺസെപ്റ്റിന് തന്നെ പെർസീവ് ചെയ്തിട്ടുള്ള വേറെ രീതിയിൽ ടോൺ ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. സോ തീർച്ചയായിട്ടും വേണമെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ തിന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ ഇഷ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. സോ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഐ വിൽ നോട്ട് ഹൈലി റെക്കമെൻഡ്. ഒരു പക്ഷേ പ്രത്യേകം എടുത്ത് പറയണത് എമ്മ സ്റ്റോണിൻ്റെ പ്രകടനമാണ്. അതൊരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടമായത് ആ ഒരു ഘടകം മാത്രമാണ്. കാരണം ആ ഒരു ക്യാരക്ടറിലൂടെയാണ് ഈ സിനിമ മുഴുവനായിട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു ക്യാരക്ടറാണ് ഈ സിനിമയുടെ മെയിൻ സോള് തന്നെ. ആ ക്യാരക്ടറൈസേഷൻ വെറുതെ മിനിമലായിട്ടുള്ള ഈവൺ ഐ മൂവ്മെൻറ്റ്സ് വെച്ചിട്ടടക്കം നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് വലിയ എക്സ്പ്രഷൻസ് ഒന്നും വരില്ല. പക്ഷേ ചില നോട്ടങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ ആ കുട്ടി കരയുകയാണോ ചിരിക്കുകയാണോ, നമുക്കിപ്പോൾ ദേഷ്യം വന്നിട്ടിരിക്കുകയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള അങ്ങനത്തെ മാനറിസംസ് ഒക്കെ തറവായിട്ട് പഠിച്ച് റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിനെ എമ്മ സ്റ്റോൺ പോർട്രേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഭിനയം കാണാൻ വേണ്ടിയിട്ട് ഈ സിനിമ ഒന്ന് ട്രൈ ഔട്ട് നോക്കാം. അത്ര ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ പെർഫോമൻസ് വൈസ് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണെങ്കിലും സിനിമാറ്റിക് വൈസ് എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈ അല്ല ഈ സിനിമ. സോ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. സോ തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.